കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഏത് തരത്തിലെ ഹോർമോണൽ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് നിങ്ങളെ പ്രഗ്നൻ്റ് ആകാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ചിയാ സീഡ്സിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരുപാട് പേര് ചിയാ സീഡ്സിനെ പറ്റിയിട്ട് കമൻറ്റ്സ് ചോദിക്കുന്നുണ്ട്. ചേച്ചി എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഈ ചിയാ സീഡ്സിനെ പറ്റിയിട്ട് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാനലിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നപ്പോഴേക്കും കോപ്പിറൈറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ്, അതായത് ഇമേജസും വീഡിയോസും ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു വീഡിയോ എനിക്ക് പാർഷ്യലി റിമൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് അത് കംപ്ലീറ്റ് അല്ല. അപ്പോൾ ഒരുപാട് പേര് ചിയാ സീഡ്സിനെ പറ്റി ചോദിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടി വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കേട്ടോ. ചിയാ സീഡ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സീഡ് സൈക്ലിംഗ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. PCOD മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും പലരും സീഡ് സൈക്ലിംഗ് ചെയ്യാറുണ്ട്. അതായത് അവരുടെ ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ ഫേസിൽ ഫ്ലാക്സ് സീഡും അതുപോലെ പംകിൻ സീഡ്, പിന്നെ സൺഫ്ലവർ സീഡ്, സെസമി സീഡ്, അങ്ങനെയൊക്കെയാണ് സീഡ് സൈക്ലിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഈ സീഡ് സൈക്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഫേസിൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അതിനേക്കാളും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ചിയാ സീഡ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ടും പ്രോപ്പറായിട്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിനും എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ന്യൂട്രിയൻസ് ചിയാ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഫൈബർ, omega-3, അയൺ, പൊട്ടാഷ്യം, വിറ്റമിൻ സി, മാഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻസ്, മറ്റുള്ള ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ കാൽഷ്യം, സിങ്ക് എന്നിവ. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് omega-3 അറിയുമ്പോൾ മനസ്സിലാകും. നമ്മൾ സാധാരണയായിട്ട് omega-3യുടെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ആകുന്നുണ്ടെങ്കിൽ തന്നെ അത് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ സിങ്കും അതുപോലെ കാൽസ്യവും എന്താണെങ്കിലും നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ വൈറ്റൽ പാർട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് വഹിക്കുന്നവയാണ്. പ്രഗ്നൻസിയുടെ സ്റ്റേജിനെ മാറ്റി നിർത്തി കഴിഞ്ഞാലും പ്രഗ്നൻ്റ് ആകാൻ ശ്രമിക്കുന്നവർക്കും എഗ്ഗിൻ്റെ ഫോർമേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും പുരുഷന്മാരിലാണെങ്കിലും സെമൻ്റെ ഫോർമേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിയാ സീഡ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുന്നത് എല്ലാ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് നടന്ന് എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വരുന്നതിനും അതുപോലെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും അതുപോലെ ഫോളിക്കിൾസ് കൃത്യമായിട്ട് വളരുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ത്രീകൾക്ക് അവരുടെ പ്രൊലാക്റ്റിൻ ലെവലിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഫീഡ് ചെയ്യുന്ന അമ്മമാരും അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും ഒക്കെ പ്രൊലാക്റ്റിൻ ലെവൽ ശരീരത്തിൽ കൂടുതലായിരിക്കും. കാരണം ആ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി പ്രിപ്പയർ ആവുന്നതുകൊണ്ടും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടുമാണ് പ്രൊലാക്റ്റിൻ ലെവൽ കൂടുതലാവുന്നത്. എന്നാൽ പ്രഗ്നൻ്റ് അല്ലാത്ത സ്ത്രീകൾക്ക്, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന സ്ത്രീകൾക്ക് പ്രൊലാക്റ്റിൻ്റെ ലെവൽ ശരീരത്തിൽ കൂടുകയാണെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. പ്രഗ്നൻ്റ് ആകാൻ ബുദ്ധിമുട്ട് വരുന്നത് ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്നതിലൂടെയൊക്കെയാണ്. അതുകൊണ്ട് അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിയാ സീഡ്സ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് ക്യൂർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഒരുപാട് പേർക്ക് ശരീരത്തിൽ ഈസ്ട്രോജൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട്, പ്രൊജസ്ട്രോണിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം ഒന്ന് നോർമലൈസ് കൊണ്ടുപോകണമെങ്കിൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ബാലൻസ് ആയിട്ട് തന്നെ പോകണം. ഏതെങ്കിലും ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ഒന്ന് കുറയും. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോളിക്കുലർ ഫേസിലും ലൂട്ടിയൽ ഫേസിലും അതിൻ്റെ ഡെഫിഷ്യൻസീസ് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിനൊന്ന് നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അണ്ടത്തിന്റെ വളർച്ച കൃത്യമായിട്ട് എത്തി ഒരു 80 to 22 mm വരെയെങ്കിലും കൃത്യമായിട്ട് എത്തി അത് നാച്ചുറലി റപ്ചർ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിയാ സീഡ്സ് സഹായിക്കുന്നു. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിയാ സീഡ്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിന് ഒരു 21 to 35 മെൻസ്ട്രൽ സൈക്കിളിൽ കൃത്യമായിട്ട് ഓവുലേഷൻ നിലനിർത്തിക്കൊണ്ട് വരുന്നതിന് ഇത് സഹായിക്കുന്നു. പീരിയഡ്സ് കൃത്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് വരുന്നതിന് ഇത് സഹായിക്കുന്നു. പീരിയഡ്സ് അതിനേക്കാളും കുറവാണെങ്കിലോ, അതായത് 21-നേക്കാളും കുറവാണെങ്കിലും 35-നേക്കാളും കൂടുതലാണെങ്കിലും നിങ്ങൾക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. ഒട്ടും നടക്കില്ല എന്നല്ല, ചാൻസസ് കുറേയും കൂടി കുറവാണ്. അതുപോലെ തന്നെ അണ്ടം വളരാനായിട്ടുള്ള ചാൻസസും അവിടെ കുറഞ്ഞു വരുന്നു. അതിനൊന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പീരിയഡ്സ് വരണം. വെറുതെ ഒരു മാസത്തിൽ ഒരു ദിവസം പീരിയഡ്സ് വന്നാൽ പോരാ, ആ വരുന്ന ദിവസം ഏതാണെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ടും സാധിക്കണം. അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പീരിയഡ്സ് കേട്ടോ. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. നിങ്ങൾക്ക് വെയിറ്റ് ഓവർ ആണെങ്കിൽ, ഓവർ എന്ന് പറയുമ്പോഴേക്കും ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉയരത്തിനേക്കാളും നിങ്ങളുടെ പ്രായത്തിനേക്കാളും കൂടുതലാണ് നിങ്ങൾക്ക് ശരീരഭാരമെങ്കിൽ അത് നിങ്ങൾ കുറക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം ഓവറായിട്ട് നമ്മൾ വണ്ണം വെച്ച് പോകുമ്പോഴേക്കും ഫാറ്റ് ടിഷ്യൂസ് നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്തും നമ്മുടെ തൈസിന്റെ ഭാഗത്തും അടിഞ്ഞുകൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഫാറ്റ് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അത് ഓവുലേഷൻ നടക്കുന്നതിന്റെ ചാൻസസ് റിഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ പ്രോപ്പറായിട്ട് ഓവുലേഷൻ നടക്കാതെ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ആ ഒരു വെയിറ്റും അതുപോലെ നിങ്ങളുടെ ആ ഒരു ഹൈറ്റും ഒക്കെ നോർമൽ ആണോ എന്നുള്ള
കാര്യം ശ്രദ്ധിക്കുക. ഹൈറ്റ് നമുക്ക് കൂട്ടാനും കുറക്കാനും പറ്റില്ല, പക്ഷേ ഹൈറ്റിന് അനുസൃതമായിട്ടാണോ നിങ്ങൾക്ക് വെയിറ്റ് പോകുന്നതെന്ന് മസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഒരുപാട് നാളുകളായിട്ട് ഓവുലേഷൻ നടക്കാത്തവരും പീരീഡ്സ് റെഗുലർ ആവാത്തവരും ഒക്കെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെയിറ്റിന്റെ കാര്യമാണെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുമ്പോഴേക്കും ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇവയുടെ പ്രവർത്തനം കുറയുമ്പോഴാണ് അണ്ഡം വളരുന്നതിനും അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ് വളരുന്നതിനും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതിനുമൊക്കെ ഇത് കാരണമാവുന്നത്. അതുകൊണ്ട് അതെല്ലാം നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിയ സീഡ്സ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്ത ബെനിഫിറ്റ് ആണ് നമ്മുടെ മൂഡ് സ്വിങ്സും അതുപോലെ നമ്മുടെ സ്ട്രെസ്സും റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. PCODയും മറ്റ് ഹോർമോണൽ ഇംബാലൻസസും ഒക്കെ ഉള്ളവർക്ക് അവരുടെ ഒപ്പം തന്നെ വരുന്ന മറ്റൊരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ലക്ഷണമാണ് സ്ട്രെസ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്നതും പെട്ടെന്ന് നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലോട്ട് പോകുന്നതും ഒക്കെ പല ആളുകൾക്കും അവർ പോലും അറിയാതെ അവർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഇത് ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടാണ് പല സ്ത്രീകളും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. എന്നാൽ ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും നമ്മൾ അമിതമായിട്ട് സ്ട്രെസ്ഡ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ കൃത്യമായിട്ട് അണ്ഡം വളരുന്നതിനും അതുപോലെ അണ്ഡം പ്രവർത്തിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്നതിനുമുള്ള ചാൻസസ് ഇത് റിഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഓവറായിട്ട് എന്തെങ്കിലും കാര്യം ആലോചിച്ച് സ്ട്രെസ്ഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാനായിട്ടുള്ള ചാൻസസ് നിങ്ങളായിട്ട് തന്നെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നിങ്ങളുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. കൃത്യമായിട്ട് രക്തത്തിന്റെ ഒരു സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും രക്തത്തിലുള്ള അണുക്കളെ റിമൂവ് ചെയ്തിട്ട് രക്തത്തിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടൻസ് ബ്ലഡിലുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് ബ്ലഡ് പ്യൂരിഫൈ ആക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഇത്രയുമാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി പുരുഷന്മാർക്ക്, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടെ പ്രഗ്നൻസി ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഒരുപാട് പേര് ചാനലിൽ ചേച്ചി ഒരുപാട് നാളായി ട്രീറ്റ്മെന്റ് എടുക്കുന്നു, ഓവുലേഷൻ നടക്കുന്നുണ്ട്, ഡേറ്റ് കൃത്യമായിട്ട് വരുന്നുണ്ട്, പക്ഷേ ഹസ്ബൻഡിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല എന്നാണ് പലരും മറുപടി പറയുന്നത്. ചിലപ്പോൾ അവർ ഹസ്ബൻഡ് ടെസ്റ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് അതിനൊരു വൈമുഖ്യം കാണിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും പ്രഗ്നൻസി അവിടെ നീണ്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഹസ്ബൻഡിന് സ്പെർമിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ കൂടി തന്നെയും അതിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ചിയ സീഡ്സ് കൊടുക്കുന്നത് നല്ലതാണ്. ചിയ സീഡ്സ് കൊടുക്കുന്നത് മൂലം പുരുഷന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം കൗണ്ടും ഇത് എൻഹാൻസ് ചെയ്യുന്നു. ടെസ്റ്റോസ്റ്റിറോൺ ആണ് പുരുഷ ഹോർമോൺ. അവരുടെ സെമന്റെ പ്രൊഡക്ഷനും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അതിന്റെ ലെവൽ ബാലൻസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുരുഷന്റെ സ്പെർമിന് മോട്ടിലിറ്റി ഉണ്ടാകും, അതുപോലെ മോർഫോളജി കൃത്യമായിട്ട് ഉണ്ടാകും, DNA സ്ട്രക്ചർ കൃത്യമായിട്ട് ഫോം ചെയ്യും. അങ്ങനെയൊക്കെ ആവുന്ന ഒരു സെമന് കൃത്യമായിട്ട് ശരീരത്തിനകത്തേക്ക് കടന്ന് ശരീരത്തിലെ പ്രതികൂല അവസ്ഥകളെല്ലാം തരണം ചെയ്ത് അണ്ഡം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അണ്ഡമുള്ള ആ സമയത്ത് തന്നെ ഫെർട്ടിലൈസ്ഡ് ആവാനായിട്ടോ ഉള്ള കേപ്പബിലിറ്റി ഉണ്ടാകും. അപ്പോൾ അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം ഹസ്ബൻഡിനും ഇത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു 2 ടീസ്പൂൺ പെർ ഡേ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. 2 ടീസ്പൂൺ ഉപയോഗിക്കുമ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ 2 ടീസ്പൂൺ ഉപയോഗിക്കേണ്ട. രാവിലെ 1 ടീസ്പൂൺ, രാത്രി 1 ടീസ്പൂൺ, അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുക. ഒരു തവണ നിങ്ങൾ രാവിലെ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് നിങ്ങൾ ഉപയോഗിക്കേണ്ട, കാരണം ഗുണങ്ങൾ ഒരുപാട് കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ ഒറ്റയടിക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ വെള്ളത്തിലോട്ടോ അല്ലെങ്കിൽ പാലിലോട്ടൊക്കെ ആഡ് ചെയ്യുമ്പോഴേക്കും അത് ഒരുപാട് ഇരട്ടിച്ച് വരും. നമ്മൾ 1 ടീസ്പൂൺ ഇട്ടാലും അത് ഇരട്ടി ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ടീസ്പൂൺ രാവിലെ ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ ശരീരം ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരവും അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ദിവസവും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പീരിയഡ്സിന്റെ സമയത്ത്, നിങ്ങളുടെ ഓവുലേഷന്റെ സമയത്ത്, നിങ്ങളുടെ ഇംപ്ലാന്റേഷന്റെ സമയത്ത് ഒക്കെ നിങ്ങൾക്കിത് ചിയ സീഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വേറൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ കേട്ടോ. ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കലർത്തിയിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ ചേർത്തിട്ട് ഇത് കുടിക്കാവുന്നതാണ്. അതുപോലെ സ്മൂത്തീസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഷേക്സിൽ ഇത് ഒപ്പോട്ട് അടിക്കേണ്ട, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ഉണ്ടാക്കുന്ന സർബത്തിൽ അങ്ങനെയൊക്കെ ചിയ സീഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വെള്ളത്തിൽ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കുക കേട്ടോ. വെറും വയറ്റിൽ തന്നെ കുടിക്കണമെന്നില്ല. നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു വിശപ്പ് നിങ്ങൾക്ക് വീഴുന്ന സമയം ഉണ്ടാവുമല്ലോ, ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ജോലിക്ക് പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് കുടിച്ചിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാവുന്നതാണ്. അതുപോലെ ജോലി ചെയ്ത് തിരിച്ചു വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്കിത് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാവുന്നതുമാണ് കേട്ടോ.
ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സുകളിലും അതുപോലെ ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറുകളിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. അവിടെ നിന്ന് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് വലിയ പാക്കറ്റ് മേടിച്ച് നിങ്ങൾ ഉപയോഗിക്കേണ്ട. നിങ്ങൾ നോർമലായിട്ടൊരു ചെറിയൊരു പാക്കറ്റ് മേടിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇറഗുലർ പീരീഡ്സ് ഉള്ള ഒരാൾക്ക് പീരീഡ്സ് നോർമൽ ആകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു മാസം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല, പക്ഷേ ഒരു 2-3 മാസമൊക്കെ കൃത്യമായിട്ടും പ്രോപ്പറായിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് മെഡിസിൻ റിക്വസ്റ്റ് ചെയ്യുന്നവർ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എത്രയാണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് പീരീഡ് ആകുന്നത് എന്നതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. ഏത് ദിവസമാണ് പീരീഡ് ആയതെന്നല്ല, എത്ര ദിവസം കൂടുമ്പോഴാണ് പീരീഡ് ആകുന്നത് അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.